തലവര എന്ന സിനിമയിലൂടെ വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് വയനാട് ഡ്രീംസ് ഫിലിം ചാരിറ്റബിൾ സൊസൈറ്റി. അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണ്ടന്റിന്റെ ഉദ്ദേശം. ചില ഉടായ്പ ടീമുകളുണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങൾ നായകനാക്കാം അല്ലെങ്കിൽ ഉപനായകനാക്കാം, ഇത്ര ലക്ഷം തന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പെടുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷേ ഈ വയനാട് ഡ്രീംസിൽ വന്നതിന് ശേഷം നമ്മളോട് ചോദിക്കും, ജനുവിൻ അല്ലാന്നുണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവർക്കൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല നല്ല വേഷങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വയനാട് ഡ്രീംസിന്. നല്ല അവഗണനകളാണ് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. കറക്റ്റായിട്ട് പേയ്മെന്റ് കിട്ടില്ല, ഫുഡ് കിട്ടില്ല, വെള്ളം കിട്ടില്ല. സെറ്റിൽ ആർട്ടിസ്റ്റിനൊക്കെ മെയിൻ ആർട്ടിസ്റ്റിനൊക്കെ കറക്റ്റായിട്ട് വെള്ളവും ഫുഡും കിട്ടും. ജൂനിയർ ആർട്ടിസ്റ്റിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു സംഘടന ഉണ്ടെന്നുള്ള ഒരു ധൈര്യമുണ്ട്. എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ സംഘടന ഉണ്ടല്ലോ, അതിന്റെ അത് തന്നെയല്ല ഡ്രീംസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ആ സമീപനത്തിനൊരു മാറ്റം കണ്ടു. നിരവധി ആൾക്കാർക്ക് ഇതുപോലെ ഷൂട്ട് കഴിഞ്ഞിട്ട് പൈസ കിട്ടാതെയും അവര് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്. കാര്യം എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് ലൊക്കേഷനിൽ എത്തണം, അറിയാലോ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടേക്ക് ഓരോന്ന് പോയിട്ട് രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും ബാക്കപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വണ്ടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളേലും ഷെഡിലോ ബസ് സ്റ്റാൻഡിലോ കിടന്നുറങ്ങേണ്ട അവസ്ഥയും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. രാവിലെ വൈകുന്നേരം വരെ നിന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് നടക്കാതെ വന്നാൽ പോലും പേയ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് സുബേർക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സംഘടന കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. സൊസൈറ്റി തന്നെ രൂപീകരിച്ചുകൊണ്ട് എറണാകുളത്തൊരു ടീം ഇവിടെ വരികയും അവരിതുപോലെ ഫേക്ക് ഓഡിയേഷൻ 1000 രൂപ വെച്ച് വാങ്ങി ഫേക്ക് ഓഡിയേഷൻ നടത്തുമ്പോൾ ഞാനും സുബേർ ഭായ് ഉൾപ്പെടെയുള്ള ഈ എക്സിക്യൂട്ടീവ് നമ്മൾ കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി അത് കംപ്ലൈൻറ്റ് ചെയ്ത് ആ ഓഡിയേഷൻ നിർത്തിവെക്കാൻ നമുക്ക് കഴിഞ്ഞു. അതെന്തുകൊണ്ടെന്നാൽ നമ്മളൊരു സംഘടനയാണ്, അല്ല ഒരു വ്യക്തിയല്ല. അപ്പോൾ ഇവരൊക്കെ ഒരു കിടക്കയിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവനും ജീവിക്കണം, അവനും ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥ നമുക്ക് ഓൾ ഫിലിം അസോസിയേഷനിലൊക്കെ കൊണ്ടുവരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവനൊരു കുടുംബമുണ്ട്.